എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിൽ ദൈവം പകർന്ന ഏറ്റവും വലിയ കൃപാവരമാണ്. നഷ്ടം വരുമ്പോൾ വിഷമിച്ചിരിക്കുകയും ലാഭം വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ 34-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇവിടെ കഷ്ടം വന്നാലും നഷ്ടം വന്നാലും പ്രതിസന്ധി വന്നാലും നന്മ വന്നാലും ഒരു ദൈവവൈതൽ എക്കാലത്തും ദൈവത്തെ സ്തുതിക്കണം. നഷ്ടങ്ങൾ വരുമ്പോൾ സ്തോത്രം പറയണം, ലാഭങ്ങൾ വരുമ്പോൾ സ്തോത്രം പറയണം, രോഗം വരുമ്പോഴും സ്തോത്രം പറയണം, രോഗസൗഖ്യം കിട്ടുമ്പോഴും സ്തോത്രം പറയണം, പ്രതിസന്ധിയിലും സ്തോത്രം പറയണം, പ്രതികൂലത്തെ ജയിക്കുമ്പോഴും സ്തോത്രം പറയണം. ദാവീദ് പറയുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ദാവീദ് ഈ സങ്കീർത്തനം ചമയ്ക്കുവാൻ കാര്യം, ഗത്ത് രാജാവായ ആഖീഷിന്റെ മുമ്പിൽ ദാവീദ് ചെന്ന് കയറി. രാജാവിന്റെ ഭൃത്യന്മാര് ദാവീദിനെ തിരിച്ചറിഞ്ഞു. അവര് ഗത്ത് രാജാവായ ആഖീഷിനോട് ചോദിച്ചു, ഈ നിൽക്കുന്നയാളെ നിങ്ങൾക്കറിയാമോ? രാജാവ് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, വളരെ പ്രസിദ്ധിയാർജിച്ചൊരു പാട്ടുണ്ട്, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ആ പാട്ടിലെ നായകനാണ് നിൽക്കുന്നത്. ദാവീദിന് മനസ്സിലായി, സ്തോത്രം, ഇവിടെ താൻ ബന്ധിക്കപ്പെടുവാൻ. ദാവീദ് അവിടെ ഒരു ഭ്രാന്തന്റെ വേഷം അണിഞ്ഞെന്നാണ് വേദപുസ്തകം പറയുന്നത്. വായിലൂടെ തുപ്പലെല്ലാം ഒലിപ്പിച്ച് തന്റെ വായിക്കകത്ത് കൈയിട്ട് വിരലുകൊണ്ട് തുപ്പല് കോരിയെടുത്ത് രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഭിത്തികളിൽ വരച്ചു. അവർക്ക് തോന്നി ഒരു ഭ്രാന്തനാണ്. പക്ഷെ ദാവീദ് വെറുതെ വരച്ചതല്ല. രാജാവേ, നീ എത്ര കരുത്തനായാലും ഞാനിട്ട് അതിരിനിപ്പുറത്തോട്ട് നീ വരികയില്ല. അവിടെ രാജാവ് പറഞ്ഞു, ഇവനെ പുറത്താക്കാൻ പറഞ്ഞു. വെളിയിൽ ഇറങ്ങിയപ്പോൾ അവൻ എഴുതുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. എത്ര വലിയ കുരുക്കിൽ ചെന്ന് കയറുമ്പോഴും ഒരു ദൈവപൈതൽ സ്തോത്രം പറയണം. കാരണം സ്തോത്രം ദൈവത്തിന് നന്ദി കരേറ്റുന്ന ഒന്നാം സ്തോത്രം. സ്തുതികൾ എവിടുന്ന് വരണം? ഹൃദയത്തിൽ നിന്ന് വരണം. അപ്പോസ്തലന്മാര് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ അവർ രാത്രി പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചേ? അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി. ഞാനിന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നിങ്ങളിപ്പോ കഷ്ടത്തിൽ അകപ്പെട്ടപ്പോൾ വിഷമിച്ചിരിക്കേണ്ട, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം എപ്പോഴും പാടാൻ നല്ല പാട്ടതാ, സ്തോത്രഗീതം പാടുക നീ മനമേ എന്ന പാട്ട്. നമുക്കൊന്നിച്ച് സ്തോത്രം പറയാം, കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഷ്ടത്തിലും നഷ്ടത്തിലും സ്തോത്രം പറയാൻ കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാറ്റിനും നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കാം. ഗോഡ് ബ്ലസ് യു.